ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ നോക്കിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ നമുക്കിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു സവാള, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു ഉണക്കമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി, കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ട് അതും കൂടെയാണ് ഇട്ട് കൊടുത്തത്. ഇതെല്ലാം ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. അപ്പോൾ 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റവ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു അളവ് ഇതിലേക്ക് കറക്റ്റ് അളവാണ്. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം ചെറിയ തീയിലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ തുറന്ന് നോക്കാം. അപ്പോൾ ഉപ്പുമാവ് ഇവിടെ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഉപ്പുമാവ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ പശുനെയ്യ് ഇട്ട് കൊടുക്കുക. പശുനെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കുക. അപ്പോൾ വേഗത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇത് ചൂടോടുകൂടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ അതിലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായി വരാം. അതുവരേക്കും താങ്ക് യു.